ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. മക്കളെ, നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുക ഇത് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇന്ത്യൻ എക്കണോമി ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോണ്ടന്റുകൾ നമുക്ക് വളരെ ഷോർട്ടാക്കി വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പഠിച്ചാലോ? മക്കൾ റെഡി ആണോടാ? സോ മക്കളെ, ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഒരു 3 വേർഡുകളെ കുറിച്ച് പഠിക്കണം. എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം. അതിൽ പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ അവിടെ സൈഡിലേ വെക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു? സാമ്പത്തിക വളർച്ച, സാമ്പത്തിക വികസനം എന്ന് പറയുന്ന 2 കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തത്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന സമയത്ത് മക്കൾ മനസ്സിലാക്കിക്കാം, അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഗണപരമായ സവിശേഷതയായിരിക്കും എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്, അഥവാ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കൃത്യമായി നമുക്ക് അളക്കാൻ പറ്റുന്ന കഴിഞ്ഞ വർഷത്തെ GDP എന്ന് പറയുന്നത് 100 കോടി, ഈ വർഷത്തെ GDP എന്ന് പറഞ്ഞാൽ 120 കോടി. കൃത്യമായിട്ട് ഡിജിറ്റലായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനത്തെ വിളിക്കുന്ന പേരാണ് എക്കണോമിക് ഗ്രോത്ത് അഥവാ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? അത് നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ GDP വർദ്ധിക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആണെന്ന് പറയാം, GDP കുറയുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഗറ്റീവ് ആണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. എന്നാൽ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പണം കൂടി എന്നതുകൊണ്ട് മാത്രം രാജ്യം ഡെവലപ്പായി എന്ന് പറയാൻ പറ്റില്ല. എക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തിക വികസനം എന്ന് പറയുന്ന സമയത്ത് എന്റെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമ്മുടെ ഗ്രോത്തിന്റെ കൂടെ തന്നെ, സാമ്പത്തിക വളർച്ചയുടെ കൂടെ തന്നെ അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിലേക്ക്, ജീവിതത്തിലേക്ക് ബാധിക്കും. എന്ന് വെച്ചാൽ നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാര്, നല്ല എഡ്യൂക്കേഷൻ ഉള്ള മനുഷ്യന്മാരൊക്കെ വരുന്ന സമയത്താണ് എക്കണോമിക് ഡെവലപ്മെന്റ് അവിടെ ഉണ്ടായി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനെന്ത് ചെയ്യുന്നു? ദ ഇൻകം, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ, എക്കണോമിക് ഗ്രോത്ത് എലോങ് നോട്ട് സഫീഷ്യന്റ്. എക്കണോമിക് ഗ്രോത്ത് മാത്രം പോലെ ഇവയെല്ലാം തന്നെ വരണം. നമ്മൾ ഇൻകം നോക്കും, എഡ്യൂക്കേഷൻ നോക്കും, ഹെൽത്ത് നോക്കും, ആരോഗ്യം നോക്കും. ഇവയെല്ലാം തന്നെ കൂടി വരുമ്പോഴാണ് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതിന് രണ്ടിനെയും കൂടെ സിമ്പിൾ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? പണം കൂടാണെങ്കിൽ മാത്രം നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിട്ടെന്ന് പറയാം. ആ പണം കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തിക വികസനം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലായല്ലോ ഇതിലേതൊക്കെ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അടുത്തൊരു വേർഡാണ് മക്കളെ പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ PCI, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. പെർ ക്യാപിറ്റ ഇൻകം അഥവാ PCI എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് അറിയോ? ആക്ച്വലി ആവറേജ് ഇൻകമാണ്, ശരാശരി വരുമാനമാണ്. അതിനെ നമ്മൾ എങ്ങനെയാ കണക്കാക്കാറുള്ളത്? നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ആണ്. അഥവാ ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മളെ പ്രതിശീർഷ വരുമാനം അഥവാ ആളോഹരി വരുമാനം എന്ന് പറയുന്ന പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. ഇതൊരു ആവറേജ് ഇൻകം മാത്രമാണ്. അതൊരിക്കലും നമുക്ക് കറക്റ്റ് ആയിട്ട് മെഷർ, നമ്മൾ എന്ത് ചെയ്യില്ല, ഒരാളുടെ വരുമാനം അതാണെന്ന് സ്പെസിഫൈഡ് ചെയ്ത് പറയാൻ പറ്റില്ല. എന്നാൽ ഇതിനൊരു മാറ്റമുള്ള കാര്യമുണ്ട്. PI എന്ന് പറഞ്ഞാൽ, അഥവാ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്ന വ്യക്തിഗത വരുമാനം എന്ന് പറഞ്ഞാൽ അതിൽ മാറ്റമുണ്ട്. ഈ വ്യക്തിഗത വരുമാനം എന്ന് പറഞ്ഞാൽ PI എന്ന് പറഞ്ഞ സമയത്ത് എന്താ അറിയോ? പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞ സമയത്ത് അത് ഒരാളുടെ വരുമാനത്തെ മാത്രമാണ് പറയാനുള്ളത്. ഇതൊരു ആവറേജ് ആണ്, നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ കേട്ടോ. ഇവിടെ നമ്മൾ കണക്കാക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ അഥവാ ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? PCI, പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ 3 കാര്യങ്ങൾ പറഞ്ഞു. അടുത്തത് ഇവിടുത്തെ നമുക്ക് ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് ഞാൻ പോകാൻ പോകുന്നത്. അടുത്ത ഭാഗമാണ് മക്കളെ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന വികസന സൂചികകൾ. ഒരു രാജ്യത്തിന്റെ വികസനം നമ്മൾ നോക്കാറില്ല 3 ഇൻഡിക്കേറ്റേഴ്സുകൾ നോക്കിയിട്ടാണ്. ഞാൻ മലയാളം ഇംഗ്ലീഷും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. അതിൽ ഫസ്റ്റത്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയാം, മാനവ വികസന സൂചിക എന്ന് പറയും. ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സസിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ മക്കളെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. ഇവിടെ നമ്മൾ ഒരു രാജ്യത്തെ ആളുകളുടെ ഇൻകം, എഡ്യൂക്കേഷൻ, ലൈഫ് എക്സ്പെക്ടൻസി, ഈ 3 കാര്യങ്ങളാണ് നോക്കുക. എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ഇൻകം, ലൈഫ് എക്സ്പെക്ടൻസി. വരുമാനം നോക്കും, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? വിദ്യാഭ്യാസം നോക്കും, അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്ടൻസി, ആയുർദൈർഘ്യം നമ്മൾ നോക്കാറുണ്ട്. അതേസമയം PQLI, ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് എന്ന് പറയുന്ന കാര്യമുണ്ട്. PQLIയിലേക്ക് നമുക്ക് ഇവിടെ വരാം, അതോ ഭൗതിക ജീവിത ഗുണമേന്മ സൂചിക എന്ന് പറയാം. PQLIനെ വിളിക്കാം. ഇവിടേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രത്യേകത എന്താ അറിയോ? ഇവിടെ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാക്ഷരത നോക്കും, ലിറ്ററസി നോക്കും, ശിശു മരണ നിരക്ക്, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് നോക്കും, അതുപോലെ തന്നെ ആവറേജ് ഇയർ, നമ്മൾ എന്ത് ചെയ്യുന്നു? ആയുർദൈർഘ്യം, ലൈഫ് എക്സ്പെക്ടൻസി നോക്കും. ഈ 3 കാര്യങ്ങൾ നോക്കും. പക്ഷെ ഇവിടെ എന്ത് നോക്കുന്നില്ല എന്ന് പറയും മക്കളെ? വരുമാനം ഉൾക്കൊള്ളുന്നില്ല അഥവാ ഇൻകം ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നെഗറ്റീവ്സ് ആയിട്ട് പറയാം. ഇവിടെ വരുമാനത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. ലിറ്ററസി നോക്കുന്നുണ്ട്, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് നോക്കുന്നുണ്ട്, ലൈഫ് എക്സ്പെക്ടൻസി നോക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ആ ഇക്വേഷൻ പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 3ാമത്തെ ഓപ്ഷനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്ന SDGs എന്ന് പറയുന്ന സുസ്ഥിര വികസന സൂചിക എന്ന് പറയാം.
സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എത്ര ഉള്ളത്? 17 ലക്ഷ്യങ്ങൾ, 17 ഗോൾസ് ആണുള്ളത്. ഈ 17 ലക്ഷ്യങ്ങൾ, ഈ 17 ഗോൾസിന് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള, ഇന്ത്യയിൽ അത് മാനേജ് ഒക്കെ ചെയ്യുന്ന നീതി ആയോഗാണ്. ഫസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിരുന്നു ഉണ്ടായത്, പക്ഷേ ഇപ്പോൾ നീതി ആയോഗിലേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ നീതി ആയോഗാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ അതെല്ലാം തന്നെ മാനേജ് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ നമ്മൾ എന്ത് ചെയ്യുന്നു, സുസ്ഥിര വികസന ലക്ഷ്യസൂചിയും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ മൂന്നിനെയും കൂടെ സിമ്പിൾ ആയിട്ട് ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ അവിടെ പറഞ്ഞു. എന്നാൽ അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നു. അടുത്തതാണ് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന 1947 ആ സമയത്ത് ഇന്ത്യയുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, നമ്മൾ എന്ത് ചെയ്യുന്നു, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യ രണ്ടും ചൂസ് ചെയ്തില്ല. ഇന്ത്യ ഇതിന് പകരമായിട്ട് ചൂസ് ചെയ്താരോ, ഇന്ത്യ സെലക്റ്റഡ് ദ മിക്സ്ഡ് എക്കോണമി. ഇന്ത്യ സെലക്ട് ചെയ്തതാണ് മക്കളെ മിക്സ്ഡ് എക്കോണമിയാണ്, അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സെലക്ട് ചെയ്തത്. ഇന്ത്യ സെലക്ട് ചെയ്തത് മിക്സ്ഡ് എക്കോണമി, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ വന്നു, ആസൂത്രണ കമ്മീഷൻ വന്നു. ആസൂത്രണ കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1950 1950 പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത്. ഈ പ്ലാനിംഗ് കമ്മീഷന്റെ ഭാഗമായിട്ടാണ് 5 ഇയർ പ്ലാൻ വരുന്നത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വരുന്നത് 1951 to 56 ടൈം പീരീഡിലാണ്. 1951 മുതൽ 56 വരെയുള്ള ടൈമിലാണ് 5 വത്സര പദ്ധതി അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതി എന്ന് വരുന്നത്. 2014 വരെയായിരുന്നു ആക്ച്വലി ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണം അഥവാ നമ്മൾ എന്ത് ചെയ്യുന്നു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നത്. 2015 മുതൽ അതിന്റെ പേര് നമ്മളൊന്ന് റീപ്ലേസ് ചെയ്തു, അതായിരുന്നു നീതി ആയോഗ് എന്ന് പറയുന്നത്. നമ്മൾ 2015 2015 വരെ 14 വരെ ശരിക്കും പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 15 എന്ത് ചെയ്തു, നീതി ആയോഗാണ് പിന്നീട് ഇന്ത്യയുടെ എല്ലാ പ്ലാനിങ്ങുകളെ കുറിച്ചിട്ടും ഡിസ്കഷൻ ചെയ്തത്. നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാനെ പോലെ തന്നെ അതാരായിരിക്കും, പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി ആയിരിക്കും. ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സാമ്പത്തിക വളർച്ച, സാമൂഹിക ക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം, സഹകരണ ഫെഡറലിസം എന്ന് പറയുന്ന കാര്യങ്ങളാണ്. എക്കണോമിക് ഗ്രോത്ത്, സോഷ്യൽ വെൽഫെയർ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, പ്രൊമോട്ട് കോർപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന കാര്യങ്ങളാണ്. സോ ആ ഒരു ഭാഗത്തിന് ഷോർട്ടായിട്ട് ഡീറ്റെയിൽ കിട്ടില്ലോ. ഇനി നമ്മൾ പഠിക്കാനുള്ളതാണ് ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്ന ഇന്ത്യയുടെ എക്കണോമിക് റിഫോംസ് എന്ന് പറയാം. 1991 ഗൾഫ് വാർ ഒക്കെ വന്നതിന്റെ ഭാഗമായിട്ട് ലോകത്ത് മൊത്തം എക്കണോമിക് ക്രൈസിസ് നമ്മൾ ഫേസ് ചെയ്തു. ആ എക്കണോമിക് ക്രൈസിസ് നമ്മൾ കയറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ന്യൂ എക്കണോമിക് പോളിസി നമ്മൾ ആക്ച്വലി ക്രിയേറ്റ് ചെയ്തു. അതിനെ എക്കണോമിക് റിഫോംസ് അഥവാ സാമ്പത്തിക ആസൂത്രണം എന്നാണ് വിളിക്കാറുള്ളത്. സാമ്പത്തിക പരിഷ്കരണം എന്നും നമ്മൾ വിളിക്കാറുണ്ട്. 1991 കൊണ്ടുവരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് 3 കാര്യങ്ങളായിരുന്നു. LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് 3 കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അഥവാ LPG എന്ന് പറയുന്ന സമയത്ത് ലിബറലൈസേഷൻ, എൽ എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ എന്നാണ്. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരണം, റെഗുലറൈസ് അല്ലെങ്കിൽ റെഡ്യൂസ്, ലിബറലൈസ് ദ ഗവൺമെന്റൽ പോളിസീസ്. ഗവൺമെന്റിന്റെ കൺട്രോളുകൾ കുറയ്ക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം എന്ന് പറയാം. പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് ലൈസൻസുകളും ഒരുപാട് റെസ്ട്രിക്ഷൻസുകളും ഒക്കെ ഉണ്ടായിരുന്നു ഗവൺമെന്റിന്റെ. ഏതെങ്കിലും ഒരു ഫാക്ടറിയോ കമ്പനികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ ഇവിടെ പൈസക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് ഫാക്ടറികൾ തുടങ്ങുമോ? ഇല്ല. പക്ഷെ അതേസമയം ഉദാരവൽക്കരണം വന്നതോടുകൂടെ, ലിബറലൈസേഷൻ വന്നതോടുകൂടെ എന്ത് ചെയ്തു, ഈ റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, ഗവൺമെന്റിന്റെ നിയമങ്ങളൊക്കെ കുറയ്ക്കാൻ തുടങ്ങി. അത് ഒന്നാമത്തെ കാര്യമാണ്. സെക്കൻഡ് വൺ പ്രൈവറ്റൈസേഷൻ, അതാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് പ്രൈവറ്റ് സെക്ടർ റോൾ, അഥവാ പൊതുമേഖലയിലുള്ള സ്വകാര്യ മേഖലയുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ച് സ്വകാര്യവൽക്കരണം എന്ന് പറയാം. ഗവൺമെന്റ് ആണ് പൊതുമേഖല എന്ന് പറയുന്നത്. പൊതുമേഖല ഇല്ലാതാക്കിക്കൊണ്ട് സ്വകാര്യ മേഖലയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഇതിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ വന്നത്. എന്തായിരുന്നു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്? നമ്മുടെ പൊതുമേഖലയിലുള്ള ഗവൺമെന്റിന്റെ കയ്യിലുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി വിൽക്കുന്ന പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും അവസാനത്താണ് ആഗോളവൽക്കരണം എന്ന് പറയുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ലോക സാമ്പത്തിക വ്യവസ്ഥയുമായിട്ട് ബന്ധം എന്ന് വെച്ചാൽ വേൾഡുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാണ്. വേൾഡിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ കൈമാറ്റം ചെയ്യാം. അതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ പറ്റും. അതിനാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിനെ സിമ്പിൾ ആക്കിയിട്ട് വളരെ ഷോർട്ട് ആക്കിയിട്ട് പ്രിസൈസ് ചെയ്തിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട് പറയാം. ഈ ടോപ്പിക്കുകളാണ് ഈ ചാപ്റ്ററിന് മസ്റ്റായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ പഠിക്കേണ്ടത്. ഇതൊരിക്കലും മക്കൾ മിസ്സാക്കാൻ പാടില്ല. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇവിടുത്തെ കാര്യങ്ങളിൽ ഒരു മിസ്സാക്കലും വരുത്. അതുപോലെ തന്നെ ഇതിന് ഏറ്റവും അവസാനം വരുന്നത് ഈ ഒരു ഭാഗം കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. കൃഷിയും കേരളവും വിജ്ഞാന വ്യവസ്ഥയും എന്ന് പറയുന്നത്. കേരളത്തിന് എന്താണ്, നമ്മൾ നോളജ് എക്കോണമി ഭയങ്കരമായിട്ട് ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, KDISC, ഡിജിറ്റൽ സർവകലാശാല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആ ഒരു ഭാഗം കൂടെ മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചേക്കണം. സോ കൃത്യമായിട്ട് പഠിക്കണം. നല്ല വൃത്തിയായിട്ട് ഈ ഒരു ഭാഗത്തെ വളരെ ഷോർട്ടാക്കിയിട്ട് ഈ കാര്യങ്ങൾ പഠിക്കാതെ ഈ ചാപ്റ്ററിന് പോകാൻ പാടില്ല. ഇതുപോലത്തെ ഓരോരോ ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വേണ്ടതെന്നുള്ളത് തൊട്ട് താഴെ കമന്റ് ഇട്ടാൽ മതി. ഈ ഒരു വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ഇട്ടോടാ. ബൈ, ടാറ്റാ.